ചൂരൽമല മുണ്ടക്കൈ ദുരന്ത അതിജീവിതർക്കായുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ജനുവരിയിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം. 16-ാം തീയതി മുതൽ 7 വീടുകളുടെ കോൺക്രീറ്റ് പണികൾ നടത്തും. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത അതിജീവിതർക്കായുള്ള ടൗൺഷിപ്പിന്റെ പ്രവൃത്തി യുദ്ധകാല വേഗതയിൽ പുരോഗമിക്കുകയാണ്. ജനുവരിയിൽ വീടുകളുടെ പണി തീർക്കാനുള്ള കഠിന പ്രയത്നമാണ് നടക്കുന്നത്. 16 മുതൽ ദിവസവും 7 വീടിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കാനാണ് പദ്ധതി. 410 വീടാണ് നിർമ്മിക്കുന്നത്. 7 വീടിന്റെ വാർപ്പ് കഴിഞ്ഞു. നിലവിൽ 550 തൊഴിലാളികളുണ്ട്. ഡിസംബറോടെ എണ്ണം 750 ആകും. 5 സോണിലും ഒരേ സമയം പ്രവൃത്തി നടക്കുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ പണി പുരോഗമിക്കുകയാണ്. പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ ഷിഫ്റ്റായാണ് ജോലി. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയിൽ കോൺക്രീറ്റ് ഫ്രെയിമുകൾക്കുള്ളിൽ ഫ്ലൈ ആഷ് കട്ട കെട്ടിയാണ് വീട് നിർമ്മാണം. വീട് പൂർത്തിയായ ശേഷം പൊതുകെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിക്കും. 325 വീടിന് ഇതുവരെ നിലമൊരുക്കി. 280 വീടിന് അടിത്തറയൊരുക്കാൻ കുഴിയെടുത്ത് മണ്ണ് പരിശോധന പൂർത്തിയാക്കി. 150 വീടിന് അടിത്തറയായി. ടൗൺഷിപ്പിലേക്കുള്ള 11.72 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. 12 മീറ്റർ വീതിയിലാണ് പ്രധാന റോഡ്. GPS സർവേ, മണ്ണ് പരിശോധന, പ്രതലങ്ങളുടെ ചെരിവ്, റോഡിന് വേണ്ട ആഴം എന്നിവയെല്ലാം തിട്ടപ്പെടുത്തിയാണ് പ്രവൃത്തി. ആകെയുള്ള 5 ക്ലസ്റ്ററുകളിലൂടെ പാത കടന്നുപോകും. പ്രധാന റോഡും 8 ഉപറോഡുകളും വീടുകളിലേക്കുള്ള ചെറു റോഡുകളുമാണ് ടൗൺഷിപ്പിലുള്ളത്. ഉപറോഡുകൾക്ക് 9 മീറ്ററും വീടുകളിലേക്കുള്ള പാതകൾക്ക് 5.5 മീറ്ററും വീതിയുണ്ടാകും. ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന 110 kV സബ്സ്റ്റേഷന് KCB ഏറ്റെടുത്ത ഭൂമിയിൽ നിലമൊരുക്കലിന്റെ പ്രാഥമിക പ്രവൃത്തിയും ആരംഭിച്ചു. അമൃത ന്യൂസ്, വയനാട്.